ശ്രീരാമൻ സീതാദേവിയോടുകൂടി ഉറങ്ങിയ സ്ഥലം ഗുഹൻ കാണിച്ചു കൊടുക്കുന്നു. ഭരതൻ കണ്ണുനീർ തൂകി കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ നിന്ന് കാനനത്തിലെ പരുക്കൻ ജീവിതത്തിലേക്ക് മാറിയതിൻ്റെ അസഹനീയത ഭരതൻ ഖേദത്തോടെ ചിന്തിക്കുന്നു. തന്നെ നിന്ദിച്ചുകൊണ്ട് ഭരതൻ പറയുന്നു, മാതാവിനെ നിന്ദിക്കുന്നു. ലക്ഷ്മണന് ജന്മസാഫല്യം വന്നതായി പറയുന്നു. ശ്രീരാമനെ അനുഗമിക്കാൻ ഭാഗ്യമുണ്ടായതു ലക്ഷ്മണനാണെന്ന് പറയുന്നു. മർത്യജന്മത്തിൻ ബലത്തിനാണ് ഭരതൻ പ്രാമുഖ്യം നൽകുന്നത്. വെറുതെ ജീവിച്ചു പോകലല്ല ജന്മത്തിൻ്റെ ലക്ഷ്യം, ധർമ്മം പാലിക്കലാണ്. ഈ രീതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്കും സ്വാർത്ഥ ലാഭത്തിന് മുൻതൂക്കം നൽകാൻ സാധ്യമല്ല. ശ്രീരാമഭക്തനാണ് ഭരതൻ എന്നു കേട്ടപ്പോൾ ഗുഹൻ സന്തുഷ്ടനായി. 500 തോണി വരുത്തി ഒരു വലിയ തോണിയിൽ താനും ഭരതനും ശത്രുഘ്നനും വസിഷ്ഠമുനിയും കൗസല്യാദേവിയും കൈകേയീദേവിയും സുമിത്രാദേവിയും രാജപത്നിമാരും തോണിയിലേക്ക് ഗുഹനാൽ വന്ദിതരായി കരേറി. ഗംഗാനദിയെ വണങ്ങിയാണ് തോണിയിൽ കയറിയത്. നദിയും കടന്ന് വമ്പടയെയും കൂട്ടി ഭരദ്വാജാശ്രമം പ്രവേശിച്ചു. അന്യോന്യ വിരോധമില്ലാത്ത വ്യാഘ്രങ്ങളും പശുക്കളും ധാരാളം മേഞ്ഞു സസുഖം നടക്കുന്നു. വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിക്കുന്ന ഭാരതീയ ദർശനം മഹാതേജസ്സാൽ ഉജ്ജ്വലമായി ശോഭിക്കുന്ന താപസേന്ദ്രൻ്റെ പാദങ്ങളിൽ രാജ്യാധികാരി നമസ്കരിക്കുന്നു. ആശ്രമത്തിൻ്റെ പാവനമായ അന്തരീക്ഷത്തിന് ഭംഗമുണ്ടാകാതിരിക്കാൻ വൻപടയെ ദൂരെ നിർത്തിയായിരുന്നു ഭരതനും ശത്രുഘ്നനും താപസേന്ദ്രൻ്റെ ആശ്രമത്തിൽ പോയത്. ദശരഥകുമാരനെ തിരിച്ചറിഞ്ഞ് മുനീശ്വരൻ പൂജിക്കുകയും ചെയ്യുന്നു. സന്തുഷ്ടമായ വാക്കുകൊണ്ട് മുനീശ്വരൻ കുശലപ്രശ്നം ചെയ്തു. രാജകുമാരൻ ജടയും മരവൂരിയും ധരിച്ചിരിക്കുന്നത് കണ്ട് ഈ വേഷം യോജിപ്പുള്ളതല്ലെന്നു പറഞ്ഞു. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടു കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണിയുധം അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി
മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിടിനാൻ ആദരാൽ. ഉമ്പർത്തടീനിയെ കുമ്പിട്ടനകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദ പൂർണ്ണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനൂജനുമായുടജാങ്കണി സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം. ദൃഷ്ട്വാ നനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം. ജ്ഞാത്വാ ദശരഥ നന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു. ദൃഷ്ട്വാ തഥാ ജടാവൽക്കല ദാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമി കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീയന്തിനായിങ്ങനെ. വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം വൻപടയോടുമാ ഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ.